ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ട്രിപ്പ് പോയി വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. ഇത് 9 മണി കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് സൂര്യ വെളിച്ചം ശരിക്കും കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തേജപ്പനെ അതേ എനിക്ക് വന്ന് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ഫസ്റ്റത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിൻഷേട്ടനാട്ടോ ഇപ്പോൾ ഈ ഒരു ക്ലിപ്പൊക്കെ എടുക്കണത്. ഞാൻ വേഗം എനിക്ക് വിളിക്കുന്ന എന്തെങ്കിലും വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് വേഗം കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. എന്നിട്ട് ഇതേ എന്തൊക്കെ വെക്കണ വെച്ചിട്ടുള്ള നടത്താണ് കേട്ടോ. പിന്നെ അടുക്കള അമ്മായിമാർ രണ്ടാളുണ്ട്. ഇതൊരമ്മായി, അടുക്കള അമ്മായി. ഇത് അടുത്തൊരമ്മായി, അടുക്കള അമ്മായി. പാറു അടുക്കള അമ്മായി. ചപ്പാത്തി ഇടുക. ഇന്നെന്താ പറയാ, ഡോറേ ടിൻഡു. ഈ ഡോറ ചപ്പാത്തി ഇടട്ടെ രാവിലേക്കുള്ള. ഒന്നും ആയിട്ടില്ല, ഉച്ച പറയുമ്പോ നല്ല ലേറ്റ് ആയിണ്ടേ. പിന്നെ എല്ലാവരും ലേറ്റായിട്ട് അടിച്ച്. അപ്പോൾ ഞങ്ങൾ ചായക്ക് ഇതേ ഞാൻ പറഞ്ഞല്ലോ, വിൻഷേട്ടൻ മറ്റേ ഹാഫ് കുക്കഡ് നമ്മുടെ ചപ്പാത്തി ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും പിന്നെ കറി ഉണ്ടാക്കാനായിട്ടാണ് നോക്കണത്. അപ്പോൾ വിചാരിച്ചു എന്തായാലും കറി രണ്ടും കൂടി ആകുമ്പോൾ നേരം വൈകിയാലോ വിചാരിച്ചിട്ട് പാറു ഇതേ വേഗം ചപ്പാത്തി ചൂടാൻ നിന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കറി ഉണ്ടാക്കുകയാണ്. മുട്ട കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഞാൻ മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ അതേ സോയാബീൻ കുറച്ച് വാങ്ങി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ സോയാബീൻ കൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ സോയാബീൻ വറുത്തിട്ടൊക്കെ ആയിട്ട് കറി ഉണ്ടാക്കാറുള്ളൂ. പക്ഷെ ഇത് വറുക്കാനും പിടിക്കാനുള്ള നേരമൊന്നുമില്ല. എല്ലാവരും നല്ല വിശന്നിട്ടാലോ നിൽക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ വഴിക്ക് തന്നെ സോയാബീൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ പാത്രത്തിൽ. പക്ഷെ എനിക്ക് സോയാബീൻ വേവിച്ചാലും ആ പച്ചച്ചോയ എനിക്ക് തീരെ ഇഷ്ടമായില്ല കേട്ടോ. അപ്പം ഞാൻ വെച്ചതിന് ശേഷം കേട്ടോ മനസ്സിലാക്കിയത് എനിക്ക് ഇഷ്ടമായില്ല. ചിലവർക്ക് ഇഷ്ടമാവും തോന്നുന്നു, പക്ഷെ എനിക്ക് വറുത്തിട്ട് തന്നെ വെക്കണതാട്ടോ ഇഷ്ടം. അപ്പം ഞാനൊരു സൈഡിൽ ഇതേ സോയാബീൻ കറിക്കുള്ളത് അരിയും ആ പണിയിലാണ് കേട്ടോ. അപ്പം പാറു ഇതേ വേഗം ചപ്പാത്തി ചൂടുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഹാഫ് കുക്കഡ് ആയതുകൊണ്ട് നമുക്ക് പരത്താനും പിടിക്കാനോ നിൽക്കേണ്ടി വന്നില്ല. പക്ഷെ ചുട്ടെടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നമുക്ക് നേരം വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാവരും കൂടിയിട്ടല്ലേ. അങ്ങനെ ഞങ്ങളിത് അതൊക്കെ സെറ്റായതിന് ശേഷം നമ്മൾ നേരെ ഇതേ ചായ കുടിക്കാനായിട്ടിരിക്കണത്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് സോയാബീൻ കറി എങ്ങനെ ഉണ്ട് ടേസ്റ്റേക്ക്. പച്ച സോയാബീൻ ഇടുന്നതുകൊണ്ട് എനിക്ക് തന്നെ ഒരു തൃപ്തി ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ വറുത്തിട്ടല്ലേ ഇടാറുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, പക്ഷേ സോയാബീൻ്റെ പച്ച സോയ വരുന്നുണ്ട് എന്നാണ് അവരും പറഞ്ഞത് കേട്ടോ. പക്ഷെ ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ സമാധാനമായി. പിന്നെ ടേസ്റ്റ് ഇല്ല എന്ന് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഇപ്പോൾ ആരും പറയില്ലല്ലോ. അങ്ങനെ ഇതേ ഞാനും ചായ കുടിക്കായിരുന്നു. തേജു ആണെങ്കിൽ ഇതേ മുന്നത്തെ പോലെ തന്നെ അവിടെ ഇരുന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനുള്ളത് ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് അവൻ കുറച്ചൊക്കെ TV കണ്ടിട്ടും അങ്ങോട്ട് പതുക്കെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. പക്ഷെ അവൻ കഴിച്ചു തുടങ്ങിയപ്പോൾ അവൻ്റെ കഴിക്കലൊക്കെ പിന്നോട്ട് അയക്കണു. അങ്ങോട്ട് കഴിക്കണ ശരിയാവണില്ല. ഞാൻ വാരി കൊടുക്കുമ്പോൾ കഴിക്കണ പോലെയല്ല, പക്ഷെ അങ്ങനെ എപ്പോഴും വാരി കൊടുത്ത് അതൊരു ശീലമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ തന്നെ കഴിപ്പിക്കലൊക്കെ തുടങ്ങിയേക്കണത്. അങ്ങനെ നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ വിൻഷേട്ട അതേ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാളെ നിന്ന് കഴുകി തരാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ചോറിൻ്റെ പണി നോക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ വെക്കാന്നുള്ള ഒരു പ്ലാനിലൊക്കെയാണ്. ചിക്കൻ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ചിക്കൻ വെച്ചാൽ റെഡിയാവില്ല. എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ എത്ര ചിക്കൻ വെച്ചാലും ചിക്കൻ ആയിക്കോട്ടെ നോൺ ഞാൻ എന്ത് വെച്ചാലും എനിക്കൊരു തൃപ്തി വരാറില്ല. എനിക്ക് അങ്ങോട്ട് വയറ് നിറച്ച് കഴിക്കാൻ പറ്റാറില്ല കേട്ടാ. എനിക്കിഷ്ടമല്ല എന്തോ. പക്ഷെ ഞാൻ വെജ് വയ്ക്കുമ്പോൾ എനിക്കിഷ്ടമാണ്. വെജ് ആയിക്കോട്ടെ ഉപ്പേരികളായിക്കോട്ടെ അതൊക്കെ വെച്ചാൽ ഇഷ്ടമാണ്. പക്ഷെ നോൺ വെച്ചാൽ ഞാനത് ശരിയാവില്ല. ഞാൻ അതിങ്ങനെ പാറുവിനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എത്ര നോൺ വെച്ചാലും എനിക്കൊരു തൃപ്തി തോന്നുന്നില്ല, ശരിയാവണില്ല എന്ന്. അപ്പോൾ ചിക്കൻ പാറു വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ചിക്കൻ പറഞ്ഞു ചേച്ചി ഞാൻ നേരെ ചിക്കനല്ല പാറു പറഞ്ഞു ചേച്ചി ഞാൻ നേരെ ഓപ്പോസിറ്റാണ്, എനിക്ക് വെജ് വെച്ചൊന്നും ശരിയാവില്ല, പക്ഷെ നോൺ എന്ത് വെച്ചാലും നല്ല ടേസ്റ്റ് ആവാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എന്നാൽ അങ്ങനെ ചിക്കൻ വെക്കാം എന്നുള്ളൊരു ഇതിൽ വന്നു കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എന്നാൽ ചിക്കൻ വറക്കാം, എന്നിട്ട് എന്തെങ്കിലും വെജിറ്റബിൾ കറി എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ അങ്ങനെ ശരിയാവില്ലല്ലോ, നോണൊക്കെ നല്ലപോലെ വെക്കണ്ടേ. അപ്പം എന്നാൽ അവൾ വെക്കുമ്പോൾ അതും കൂടി നോക്കിയിട്ടൊന്ന് പഠിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ അത്ര കുക്കൊന്നും അല്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് കിച്ചണിലെ കുക്കിങ് ഞാൻ കുറച്ച് പിന്നോട്ടൊക്കെ തന്നെ ആടുന്നു. എനിക്ക് മാരേജിന് മുന്നേ എനിക്കൊരു കുന്തും അറിയണ്ടായിരുന്നില്ല കേട്ടോ കുക്കിങ്. പക്ഷെ മാരേജിന് ശേഷമാണ് ഞാൻ ഓരോന്ന് പഠിച്ചത്. മാരേജിന് ശേഷം ഓൾമോസ്റ്റ് ഞാൻ നമ്മുടെ വെജിറ്റബിൾ ഇല്ലേ വെജ് കറി ഒരുവിധമൊക്കെ ഞാൻ എങ്ങനെ വേണമെങ്കിലും വെക്കും. പക്ഷെ നോണിലേക്ക് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വരുന്നില്ല, ശൈലി ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ പഠിച്ച് വരുന്നു എന്ന് മാത്രം. പിന്നെ നമ്മൾ വീട് വെച്ചതിന് ശേഷം ഓരോ പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് വെച്ച് നോക്കൂട്ടാ. അങ്ങനെ വിൻഷേട്ടൻ നിന്നിട്ട് ഇതെല്ലാ പാത്രങ്ങളും കഴുകി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി ഇട്ടു. പിന്നെ പാറു ഇതേ നമ്മുടെ വെളുത്തുള്ളി സബോള അതൊക്കെ ഇരുന്ന് അരിയാട്ടോ അപ്പുറത്തിരുന്നിട്ട്. ഞാൻ അപ്പോഴേക്ക് ഇതേ ചിക്കൻ കഴുകാനുള്ള പരിപാടി തുടങ്ങി കേട്ടോ. ചിക്കൻ നന്നായി കഴുകി വെള്ളം വാരാൻ വെക്കണമല്ലോ. അപ്പോൾ ആ ഒരു പണിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ
ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ കുക്കിങ്ങിൽ ഞാൻ പിന്നോട്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പഠിച്ചിട്ട്. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇപ്പോഴും അതായിട്ട് എനിക്ക് കുക്കിങ്ങിനേക്കാൾ കൂടുതൽ ഇഷ്ടം എനിക്കിങ്ങനെ വീടൊക്കെ ക്ലീൻ ആക്കി ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലവരങ്ങനെ ആവുമല്ലോ, എനിക്കതാ ഇഷ്ടം. പക്ഷേ ഇപ്പം ആര്യ ഉണ്ടല്ലോ, ആര്യക്ക് കുക്കിംഗ് ആണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നു. ഞാൻ കണ്ടേക്കുന്നത് അവൾ കൂടുതലും കുക്ക് ചെയ്യണതാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ മുന്നേ അതെ അവൾ കുക്കിങ്ങിലൊക്കെ മുന്നേ നിൽക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ച് നോക്കാനും ഇതിനൊക്കെ. ഞാൻ ആ പണിക്കേ നിൽക്കാറില്ല, ഞാനെല്ലാം ടേസ്റ്റ് നോക്കാൻ മാത്രമേ നിൽക്കാറുള്ളൂ. എനിക്കൊരു ടേസ്റ്റ് കുറച്ച് എനിക്കെന്തോ ഇഷ്ടമുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്ലീൻ ആക്കുക, ഓരോതും ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് വെക്കാൻ എനിക്ക് ഓർഗനൈസേഷനോടാണ് കൂടുതൽ താല്പര്യം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പിന്നെ ഒറ്റയ്ക്ക് താമസമായി തുടങ്ങിയപ്പോൾ കുക്കിങ്ങിലേക്ക് ഞാൻ കൂടുതൽ ഇങ്ങനെ വരുന്നു എന്ന് മാത്രം. ആഫ്റ്റർ മാരേജ് തന്നെ പറയാം, ഞാൻ കുക്കിങ്ങിലേക്ക് കാലെടുത്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ. അതുവരെ എനിക്കൊന്നും അറിയില്ല, എനിക്കിപ്പോൾ പറയണോണ്ട് വലിയതൊന്നുമില്ല, പഠിച്ചെടുത്തതാണ് കേട്ടോ ഓരോന്നായിട്ട്. അപ്പോൾ അതിൻ്റേതായ കുറ്റും കുറവുകളൊക്കെ ഉണ്ടാവും. എനിക്ക് കുറേ യൂട്യൂബിൽ തന്നെ നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോൾ പറഞ്ഞു തരാറുണ്ട്, ചേച്ചി ഇങ്ങനെ വെച്ച് നോക്ക്, ഇങ്ങനെ ചെയ്ത് നോക്ക് നോക്കുക. അതൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ നമ്മുടെ പാറുവിൻ്റെ രീതിയിലാട്ടോ കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഇവളെങ്ങനെ വെക്കുകയെന്ന് വെച്ചാൽ ചിക്കൻ കഴുകിയിട്ട് വാർത്തിട്ട് വെള്ളം നന്നായി വാർത്തെടുത്തിട്ട് അതിലേക്ക് ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും എല്ലാതും ഉണ്ടല്ലോ, അതൊക്കെ ചിക്കനിൽ പരട്ടി വെക്കുകയും ചെയ്യാം. ഞാനെങ്ങനെയാണ് വെക്കുകയെന്ന് വെച്ചാൽ സബോള, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ മസാല ഇടുക. മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി ഇതൊക്കെ അതിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ഞാൻ കണ്ടേക്കുന്നതും അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു വെപ്പ് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണണത്. അപ്പോൾ അതേ അവൾ പറഞ്ഞൊരു രീതിയാണ് കേട്ടോ ഇത്. അപ്പോൾ ചിക്കനിൽ ഇതേ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി ഇതൊക്കെ നമ്മൾ 4 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ മല്ലിപ്പൊടി ഒരു 1.5-2 സ്പൂണോളം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 2-3 സ്പൂണോ തോന്നുന്നു അത്ര ചിക്കൻ മസാല ഇട്ടു. പിന്നെ ഇത് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായി പരട്ടി വെക്കാട്ടോ ചെയ്തത്. അതൊരു കുറച്ച് നേരം നമ്മൾ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് പരട്ടി വെച്ചു കേട്ടോ. അപ്പോഴേക്ക് ഇതേ നമ്മുടെ പാറു കുളിക്കാനും ഇതിനൊക്കെ പോയിട്ടോ. അപ്പോൾ ഞാൻ വേഗം ബാക്കി സബോളയും തക്കാളിയും അരിയാണ്ടായിരുന്നു. ബാക്കി ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസൊക്കെ പാറു നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം സബോളയും ഇതൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ അവൾ പറഞ്ഞു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ പേസ്റ്റ് ചെയ്ത് വെക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് പേസ്റ്റ് ചെയ്ത് വെക്കാനാണ് ഞാനതൊക്കെ മിക്സിയിലേക്ക് ഇട്ട് കുറേ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇതേ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ജാറിലിട്ട് അടിച്ചിട്ട് എടുക്കുക കേട്ടോ ചെയ്തത്. ഇത് ഇങ്ങനെ പൊതുവെ എല്ലാവരും വെക്കുന്ന വെപ്പാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ചിക്കൻ കറിയിലൊക്കെ അത്യാവശ്യം കൈപ്പുണ്യം വരണം തോന്നുന്നു. അതാ തോന്നുന്നു ടേസ്റ്റ്. കാരണം ഇപ്പം ആരോട് ചിക്കൻ കറി വെക്കേണ്ടത് ഞാൻ ചോദിച്ചാലും ഈ ഒരു മോഡലിലൊക്കെ പറഞ്ഞു തരാറുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു തരാറുണ്ട്. പക്ഷേ എനിക്ക് ഇറങ്ങിയില്ല, എനിക്കിഷ്ടമല്ല ഞാൻ വെക്കണ ചിക്കൻ കറി കേട്ടോ. അപ്പോൾ അതേ പാറു വെപ്പ് തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ചീഞ്ചട്ടിയായിട്ട് എടുത്തത്. അവളെ ചോദിച്ചിങ്ങനെ എന്താ പറയുക ഉരുളി ഉണ്ടോ ചോദിച്ചു. പക്ഷെ നമ്മുടെ ഉരുളി വലിയ ഉരുളിയാട്ടാ. അപ്പം എന്നാൽ ചീഞ്ചട്ടി തന്നെ എടുക്കാൻ പറഞ്ഞിട്ട് വലിയ ചീഞ്ചട്ടി എടുത്തിട്ട് എണ്ണയിൽ ഇതേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അതിൻ്റെ ഒരു പച്ചച്ചോയ പോണ വരെ നിന്ന് വാട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതേ നമ്മൾ സബോള വാട്ടാൻ നോക്കട്ടെ. അപ്പോൾ പറഞ്ഞൊരു ഭംഗിക്ക് നമുക്ക് 2 പച്ചമുളക് കീറിയിടാന്ന് പറഞ്ഞിട്ടാണ് ഈ പച്ചമുളക് ഇങ്ങനെ കീറി എടുക്കുന്നത് കേട്ടോ. നമ്മൾ ഓൾറെഡി ഒരു 3-4-5 പച്ചമുളക് അരച്ചെടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആട്ടോ ചെയ്യണത്. അപ്പം ഇതേ നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് നമ്മളൊന്ന് ഇത് സെറ്റായതിന് ശേഷം നമ്മൾ ഈ സബോളയും പച്ചമുളകും കറിവേപ്പിലയും ഇതൊക്കെ അതിലേക്ക് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കട്ടെ ചെയ്യുക. കുറേ നേരം വഴറ്റിയിട്ടുണ്ട് കേട്ടോ. അത് നന്നായി വാടി വന്ന് നല്ലൊരു വാട്ടം വന്നതിന് ശേഷം കേട്ടോ ബാക്കി നമ്മൾ കാര്യങ്ങൾ ചെയ്യണത്. അപ്പം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് നന്നായി ആവിയിലിട്ടിട്ട് കുറേ നേരം വേവിച്ചെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ല കേട്ടോ നമ്മൾ വാട്ടണത്, ഒരു സിമ്മിലൊക്കെ ഇട്ടിട്ട് ഇടയ്ക്ക് ലോ ഫ്ലെയിമിലും ഇടും കേട്ടോ. അങ്ങനെ അതൊന്ന് സെറ്റായതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഇട്ടേക്കണത്. 3 തക്കാളിയും കണ്ട് എടുത്തിട്ടുണ്ട് തോന്നുന്നു. ആ തക്കാളി ഇട്ടിട്ടുണ്ട്, അതും ഇനി നന്നായി വഴറ്റുന്നുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ ഞാൻ ശ്രദ്ധിച്ച കാര്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുന്നില്ല, ഇവിടെ ഒരു സിമ്മിലൊക്കെ ഇട്ടിട്ടാണ്, സിമ്മിലൊരു കുറച്ച് കുറവിലിട്ടിട്ടാണ് നമ്മൾ നന്നായിട്ട് വഴറ്റണത് കേട്ടോ എല്ലാതും. പിന്നെ അത് തക്കാളിയൊക്കെ ഒന്ന് നന്നായി വഴറ്റി വന്ന് പച്ചച്ചോയ വിട്ടതിന് ശേഷം നമ്മൾ പരട്ടി വെച്ചിട്ടുള്ള ചിക്കനില്ലേ അതാണ് അതിലേക്ക് ഇട്ടേക്കണത് കേട്ടോ. അപ്പോഴേക്ക് ഇതേ ചിക്കൻ അതിൽ മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. അങ്ങനെ അത് അതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായി ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അടിയിൽ നിന്ന്
നമ്മുടെ സബോളയും കാര്യങ്ങളൊക്കെ നന്നായി ഇളക്കിയെടുത്തിട്ട് മൂടി വെച്ചു. ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ശ്രദ്ധിച്ച കാര്യം അതാണ്. ഇതിൽ വെള്ളം എന്ന് പറഞ്ഞ സാധനം ഒഴിച്ചിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇത്തിരി എരിവ് കുറവ് തോന്നിയപ്പോൾ ഇത്തിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേറെ ചീഞ്ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. അതിലേക്ക് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്തത്. അല്ലെങ്കിൽ പച്ചച്ചോയ പച്ച മുളക് പൊടിയുടെ ചോയ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് അതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും മൂടി വെച്ചു കേട്ടോ. കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ നന്നായി ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക ചെയ്തത്. പിന്നെ വിൻഷാട്ടിനെ വിളിച്ചത് എന്താ വെച്ചാൽ നമ്മൾക്ക് കച്ചമ്പറ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അവിടെ തൃശ്ശൂർ ഞങ്ങൾ സർലാസ് എന്നാട്ടോ പറയുക. ഇവിടെ വിൻഷാട്ടിൻ്റെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ കച്ചമ്പറന്ന് പഠിച്ചത് കേട്ടോ. ആണ് നമ്മുടെ ചിക്കൻ കറി ഇതേ കണ്ടോ, വെള്ളം ഒഴിക്കാത്ത ചിക്കൻ കറിയിൽ ഞങ്ങൾ വെള്ളം വരുത്തി ഗൈസ്. എനിക്ക് അതിശയായിട്ടോ. കാരണം ഞാനൊക്കെ ഇവിടെ ചിക്കൻ ഇട്ടിട്ട് അതിലേക്ക് ഒരു കുടം വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് തിളപ്പിച്ച് വേവിച്ചെടുക്കുക ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മൾ വെള്ളം എന്ന് പറഞ്ഞ സാധനം ഒഴിച്ചിട്ടേ ഇല്ല. ആ ചിക്കൻ മൂടി വെച്ചിട്ട് ആവിന്ന് വെള്ളം വരികട്ടോ ചെയ്തത്. എനിക്ക് അറിയാത്തതുകൊണ്ടാട്ടോ ഞാൻ അത്ര അതിശയമായിട്ട് പറയണത്. ഇങ്ങനെ വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. വെള്ളമൊക്കെ ഒഴിക്കാണ്ട് ഇങ്ങനെ വേവിച്ച് വെള്ളം വരുത്തുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. എനിക്ക് അറിയാത്തതുകൊണ്ടാണെങ്കിൽ ഞാൻ കളിയൊക്കെ നിൽക്കരുത്. പിന്നെ നമ്മുടെ വിൻഷേട്ട ഇതേ കച്ചമ്പറ ഉണ്ടാക്കാനുള്ള സബോള അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. സബോളയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് വിൻഷേട്ടന് കോള് വന്നിട്ട് വിൻഷേട്ടൻ സ്കിപ്പ് അടിച്ച് ഗൈസ്. കച്ചമ്പറ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വിൻഷേട്ടനെ 2 അരികയിൽ അരിഞ്ഞിട്ട് വിൻഷേട്ടൻ പോയി. തേജു ആണെങ്കിൽ ഇത് എന്നെ വന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ. അമ്മയെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വയറുമൊക്കെ വന്ന് ഉമ്മ തരുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും ഇത്തിരി വെള്ളം കുടിച്ച് എൻ്റെ വയറൊന്ന് വന്നാൽ അപ്പ വന്നിട്ട് അമ്മയെ ഉണ്ണിവാവ് വരാറായി, നമ്മുടെ കുമ്മയിൽ ഉണ്ണിവാവ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ തരും കേട്ടോ. അപ്പോൾ ദേ വിൻഷേട്ടൻ അരിയലാണ്. ഞാൻ പറഞ്ഞില്ലേ സ്കിപ്പ് അടിച്ചു. വിൻഷേട്ടൻ പോയിരിക്കുന്നു. 2 സബോള 2 സബോള അല്ല കേട്ടോ, 1 സബോള 2 അരിയിൽ അരിഞ്ഞപ്പോഴേക്കും ആള് പോയി. പിന്നെ നമ്മുടെ തിങ്കളുടെ നമ്മുടെ എന്താ പറയുക, ഞാൻ തൈര് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ വീട്ടിൽ നിന്ന്. കുറേ പേരെന്താ തിങ്കളുടെ പ്രൊമോഷൻ, ഇതിന് വലിയ പ്രൊമോഷൻ കിട്ടാനില്ല എന്നൊക്കെ പറയുന്നിട്ട് കമൻസ് ഞാൻ കണ്ടു. പിന്നെ നമ്മൾ നല്ല പ്രൊഡക്ട്സിനെ നമ്മൾ നല്ലതെന്ന് പറയേണ്ട ഗൈസ്. നിങ്ങളെന്തിങ്ങനെ, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ട് ഇവരുടെ പ്രൊഡക്റ്റ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത്. ഞാനിപ്പോൾ ഇതെന്ന് മാത്രമല്ല എന്തൊരു സാധനം എനിക്ക് ഇഷ്ടമായി ഞാൻ പറയാറുണ്ടായോ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെന്ന്. അതേപോലെ പറഞ്ഞൊരു പ്രൊഡക്റ്റാണ് ഈ തിങ്കൾ. നിങ്ങൾ പറഞ്ഞിട്ട് ഇവർ എനിക്കിനി പ്രൊമോഷൻ തരും തോന്നുന്നു. അപ്പോൾ ഞാൻ തിങ്കളിൻ്റെ തൈര് എടുത്തിട്ട് അതെന്താ വെച്ചാൽ നല്ല പുളിയുള്ള തൈരാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുളിയുള്ളത്. അപ്പോൾ ഞാൻ പുളിയുള്ള തൈര് നോക്കിയെടുത്താട്ടത്. അങ്ങനെ അതിലേക്ക് ഇതേ നമ്മുടെ സബോള, പച്ചമുളക്, തക്കാളി, സബോളയും പച്ചമുളകും തക്കാളിയും ഇതൊക്കെ അരിഞ്ഞിട്ട് തൈര് ഒഴിച്ചു, കുറച്ച് ഉപ്പിട്ടു കേട്ടോ. ഞാൻ സാധാരണ സുറുക്ക ഒഴിക്കാറുണ്ട്. സുറുക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി കേട്ടോ. അത് ശകരം ഒഴിക്കാറുണ്ട്. പക്ഷെ വിനാഗിരി കഴിഞ്ഞുകൊണ്ട് ഞാൻ ഒഴിച്ചിട്ടില്ല. വെറും തൈര് മാത്രം ഒഴിച്ചിട്ട് ഇളക്കിയെടുത്തു. കാരണം അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ തലേന്നത്തെ ഒരു വെള്ളരിക്കക്കറി ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളരിക്കും പരിപ്പും കറി ഇരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ചീരപ്പേരി ഇരിക്കുന്നുണ്ടായിരുന്നു തലേന്നത്തെ. അപ്പോൾ അതെടുത്തിട്ട് ഞാനൊന്ന് ചൂടാക്കിയിട്ട് എക്സ്ട്രാ നമുക്ക് അതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാറുവിൻ്റെ ചിക്കൻ കറിയാണ് കേട്ടോ ഗൈസ്. ഇത് അടിപൊളിയായിട്ടുണ്ട്, എനിക്കിഷ്ടമായിട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചിക്കൻ വെച്ചേക്ക് ഇഷ്ടമല്ല ഞാൻ കഴിക്കണത്. അപ്പോൾ ഞാൻ മറ്റുള്ളവർ വെച്ചാൽ ഞാൻ വയറ് നിറച്ച് കഴിക്കും. അപ്പോൾ ചിക്കൻ കറിയും സെറ്റായിട്ടുണ്ട്. പിന്നെ എൻ്റെ വെള്ളരിക്കക്കറി, ചീരുപ്പേരി, കച്ചമ്പറും ഇതൊക്കെയാണ് നമുക്ക് ഉച്ചത്തേക്ക് ഫുഡ് ഉണ്ടായിരുന്നത് കേട്ടോ. കാരണം ഞങ്ങളിതേ വർത്താനൊക്കെ പറഞ്ഞിട്ട് അതിരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കളയുന്നില്ല. നമ്മൾ പൊതുവേ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ട് ആണ് ഞാൻ വീഡിയോ എടുക്കണ്ടല്ലോ. നമ്മൾ വ്ളോഗ് ചെയ്യണവരല്ല. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ എടുക്കുമല്ലോ. അപ്പോൾ ഞാനിതൊരു സൈഡിൽ ക്യാമറയൊക്കെ കൊണ്ടുവച്ച് സെറ്റ് ചെയ്തിട്ട് ഇതേ ഫുഡ് കഴിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ തേജപ്പനുള്ള ഫുഡ് ഇതേ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. മറ്റേത് ഞങ്ങൾ കൂടുതൽ അങ്ങനെയാണ്. ഞങ്ങൾ രണ്ടാളും ഒരു പ്ലേറ്റിൽ നിന്നാണ് ഫുഡ് കഴിക്കാറ്. ഒന്നെങ്കിൽ അവന് കൊടുത്തതിൻ്റെ ബാക്കിയിലേക്ക് ഞാൻ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ചോറ് എടുത്തിട്ട് കഴിക്കും, അല്ലെങ്കിൽ ആ ബാക്കി കഴിക്കും. പക്ഷെ ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഞാൻ അവനിതേ വേറൊരു പ്ലേറ്റിൽ ഇട്ട് കൊടുക്കട്ടെ ചെയ്യണത്. അങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തായിട്ട് നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നത്. അപ്പം ഞാനിതേ വേഗം ക്യാമറ ഓഫ് ചെയ്യാനാട്ടോ പോണത്. ഇനി സാധാരണ ഞാൻ ഈ ക്യാമറ വന്ന് ഓഫ് ചെയ്യണതൊന്നും കാണിക്കാറില്ല, അതൊക്കെ കട്ട് ചെയ്യാട്ടോ ചെയ്യാറ്. പക്ഷെ നിങ്ങൾ അറിയണല്ലോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ, കുറച്ചൊക്കെ കഷ്ടപ്പാടുണ്ടല്ലോ നമ്മൾ ഓരോ വീഡിയോസ് എടുക്കുമ്പോഴും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ദേ പാറും ചുറ്റുട്ടായിട്ടും പോവാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ 3 മണി കഴിഞ്ഞിട്ടുണ്ട്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് മേശയുടെ അവിടെ നിന്ന് ഇരിക്കുമ്പോൾ നമ്മൾ 4 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വൈകിട്ട് സിനിമയ്ക്ക് പോകാനൊരു പ്ലാനൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് തന്നെ. അങ്ങനെ അപ്പോഴേക്ക് അവർ പോയിട്ട് ഇവർക്ക് ഡ്രസ്സ് മാറണമല്ലോ. അതിപ്പോൾ ഇന്നലെ അവിടെ നിന്ന് കൊടുക്കുന്ന ഡ്രസ്സൊക്കെ അല്ലേ. അപ്പോൾ ഡ്രസ്സ് മാറണം. പിന്നെ പാറൂന് എന്തോ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത്ര. അപ്പോൾ അതൊക്കെ വാങ്ങണം. അപ്പോൾ നിങ്ങളവിടെ പട്ടാമ്പി എത്തുമ്പോൾ വിളിക്കുക, ഞങ്ങൾ അപ്പോഴേക്ക് റെഡി ആയിട്ട് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കുറച്ച് നേരത്തെ ഇറങ്ങി കേട്ടോ. അവർ 4:30 ആകുമ്പോഴേക്ക് ഇറങ്ങി. നമ്മൾ ഇവിടുന്ന് 5 മണി കഴിഞ്ഞു കേട്ടോ. 5:30 ആകുമ്പോൾ ഞങ്ങളും ഇറങ്ങി കേട്ടോ. നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ തേജപ്പിന് ബാഗ്, ബുക്ക് ഇതൊക്കെ വാങ്ങണമല്ലോ. അപ്പോൾ അത് വാങ്ങിയിട്ട് അങ്ങനെ സിനിമയ്ക്ക് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവരിറങ്ങിയിട്ട് ഞാൻ
അവരിറങ്ങിയിട്ട് ഞാൻ പുറപ്പെടാനായിട്ടാണ് നോക്കിയത്. പിന്നെ നമ്മൾ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പ്രത്യേകിച്ച്. പിന്നെ മഴ ചാറിയിട്ടോ, അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇവരുടെ പിന്നാലെ ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഇവർ നേരത്തെ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മെയിനായിട്ട് എന്തോ സ്റ്റിച്ച് ചെയ്തത് വാങ്ങാണ്ട് കേട്ടോ, അപ്പോൾ അവർ മുന്നേ ഇറങ്ങുക ചെയ്തത്. അങ്ങനെ ഇവർ ഇറങ്ങണോട് കൂടി ചെറിയ മഴ ചാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് അവരവിടെ സ്റ്റക്കായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതേ ഞങ്ങൾ ഇറങ്ങിട്ടോ. നമ്മൾ 5 മണി 5:30 ആകുമ്പോഴേക്കും നമ്മൾ ബുക്ക് ചെയ്ത പടം 6:50 തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി ഷോർട്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിവരിക്കാഞ്ഞത്. അപ്പോൾ ഇത് വിൻഷാടിൻ്റെ വണ്ടിക്ക് എണ്ണ കൊടുത്തു പോണ വഴിക്ക്. ഇത് വെള്ളടിക്കുന്നു കേട്ടോ കൊടുത്തത് വിൻഷാടിൻ്റെ വീടിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ അത് എണ്ണ കൊടുത്തു. പിന്നെ നമ്മളിത് അലങ്കാരിലെത്തി തേജപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഈ ടിഫിൻ ബോക്സ്, നെയിം സ്ലിപ്സ്, പെൻസില് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് കൊളാബിന് ഓരോ പേജുകാർ അയച്ചിട്ട് അതൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു. ബോട്ടിൽ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവന് ബോട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വലിച്ചു കുടിക്കില്ലേ, ഇങ്ങനത്തെ സ്ട്രോ ഉള്ള ടൈപ്പാണ് നോക്കണത്. നമുക്ക് കൊളാബിന് കിട്ടിയതൊക്കെ നോർമൽ ബോട്ടിലായിരുന്നു. അപ്പോൾ അത് അവന് പറ്റിയില്ല. സംഭവം നല്ല ബോട്ടിൽസ് ആണ്, അപ്പോൾ തേജപ്പിന് പറ്റാത്തതുകൊണ്ടാട്ടോ. അപ്പോൾ ഞാനത് എക്സ്ട്രാ ഒരു ബോട്ടിലും കൂടി അവന് വാങ്ങിയിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞുള്ളത് ഈ ഒരു ട്രോളി ബാഗിന് വേണ്ടിയിട്ട് ഒരു അംഗം അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറെ ഒന്നല്ല വാങ്ങി കൊടുക്കാൻ, സെയിം നമ്മൾ വാങ്ങിയ ബാഗിനും ഇതിനൊക്കെ ഒരു റേറ്റ് ആണ്. പക്ഷെ ട്രോളി ബാഗിന് എന്താണെന്ന് വെച്ചാൽ അടിയിൽ ഈ പലക ഉണ്ട്. ആ പലക ഇട്ടിട്ട് നമുക്ക് അവന് നടക്കാൻ പറ്റില്ല. എന്തായാലും 2 ദിവസം കൂടി പോയി 1 ദിവസവും കൊണ്ടുപോകും. അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ പറഞ്ഞിട്ട് ഈ ഒരു ബാഗ് വാങ്ങി. പിന്നെ ഇതൊരു കുട വാങ്ങിയിട്ടോ. കൂടുതലായിട്ടൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല, കുട വാങ്ങി. പിന്നെ പൗച്ചും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ട അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് ഇതേ ബില്ലിടാൻ നിന്നു. പിന്നെ നമ്മൾ വേഗം ബില്ലൊക്കെ ഇട്ടിട്ട് നേരെ സിനിമയ്ക്കാലോ പോണത്. അപ്പോൾ ബില്ലിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ വിൻഷാടിൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു. പിന്നെ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. അതൊന്നൊക്കെ പറയാണ്ടിരിക്കാൻ വയ്യ. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ 2 കുഞ്ഞു പിള്ളേരൊക്കെ വന്ന് സംസാരിച്ച് വീഡിയോസ് കാണാറുണ്ട്. അതുപോലെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ നിർത്തിയിട്ട് നമ്മളോട് സംസാരിച്ചിട്ട് വരെ പോയിട്ടുണ്ട് കേട്ടോ. ഒരു ചേച്ചി കാറിൽ ഓപ്പോസിറ്റ് പോവാടുന്നപ്പോൾ ആള് വണ്ടി നിർത്തിയിട്ട് തേജപ്പാന്നൊക്കെ വിളിച്ചിട്ട് വന്ന്. സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ കണ്ണ് നിറയട്ടെ. നമുക്ക് എന്തോ ഒരു ഇത് വരും ഉള്ളിൽ, ഇങ്ങനെ അറിയുന്ന പോലെ. നമുക്കറിയില്ല, പക്ഷെ അവരോടി വന്നിട്ട് തേജപ്പാ സുഖല്ലേ എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ നമ്മളിതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫിലിമിന് കയറി ഫിലിമൊക്കെ കണ്ടു കേട്ടോ. ഫിലിം അടിപൊളി ഫിലിമാണ്, നമുക്ക് കുഴപ്പമില്ലായിരുന്നു കാണാനൊക്കെ പറ്റും. അങ്ങനെ അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മളിതേ സിനിമയൊക്കെ കണ്ട് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോവാട്ടോ ചെയ്തത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ നമ്മുടെ സ്റ്റുഡിയോയിൽ കയറാനൊക്കെ പ്ലാൻ ഇട്ടു. പക്ഷെ അതൊക്കെ പൊളിഞ്ഞു, വേറൊരു ദിവസം കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.